വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പം നമ്മളൊക്കെ വെറുതെ കളയുന്ന ഒരു ഐറ്റം കൊണ്ട് നമുക്കൊരു അടിപൊളി ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് ഒട്ടും സമയങ്ങളില്ലാതെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് തിന്നായിട്ടുള്ള ഒരു ഫോം ഷീറ്റാണ്. ഇത് ഞാൻ വാങ്ങിച്ചതൊന്നല്ല കേട്ടോ. നമ്മുടെ ഇലക്ട്രോണിക്സ് ഐറ്റമൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ഷീറ്റാണ് കേട്ടോ ഇത്. നമ്മുടെ ടി വിയോ വാഷിംഗ് മെഷീനൊക്കെ വാങ്ങുമ്പോൾ കിട്ടാറുള്ള ഒരു ഫോം ഷീറ്റാണിത്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ വാഷിംഗ് മെഷീൻ്റെ കൂടെ കിട്ടിയൊരു കവറാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എങ്ങനെ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇതിപ്പോൾ അത്യാവശ്യം വലിയ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം വലിയ ഷീറ്റ് ആയതുകൊണ്ട് ഞാൻ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയതാണ്. ഇനി ഇതിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് 2 ടൈപ്പിലുള്ള ഫ്ലവർ പെറ്റൽസാണ് വേണ്ടത്. ഇതിപ്പോൾ ഞാൻ 5 സെൻറ്റിമീറ്റർ ആണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ചെറിയ പെറ്റൽസ് ഉണ്ടാക്കാനായിട്ട് 3 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു ഷീറ്റ് കൂടി കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെറ്റൽസ് ഉണ്ടാക്കാനായിട്ട് പെറ്റൽസിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ ഒരു കട്ടിങ്ങിലൂടെ തന്നെ നമുക്ക് 4-5 ഫ്ലവർ പെറ്റൽസ് ഒരുമിച്ച് കിട്ടും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഒരു പെറ്റൽസിൻ്റെ ഷേപ്പിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പെറ്റൽസ് വരച്ച് കട്ട് ചെയ്തത്. നിങ്ങൾ കട്ട് ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനെ വരച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെറ്റൽസിൻ്റെ ആ ഒരു ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നമുക്ക് ചെറിയ പെറ്റൽസും വലിയ പെറ്റൽസും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കണ്ടോ, നമുക്ക് 6ഓളം പെറ്റൽസ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഫ്ലവർ സ്റ്റെമനാണ്. നമ്മുടെ പൂമ്പൊടിയില്ലേ, അതാണ്. പിന്നെ വേണ്ടത് ഫ്ലവർ കമ്പിയാണ്. ഇതിപ്പോൾ ഇത് തന്നെ എടുക്കണം എന്നില്ല കേട്ടോ. നമ്മുടെ സാധാ നൂൽക്കമ്പി ആയാലും എടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4ഓളം ഫ്ലവർ സ്റ്റെമിന് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ ഫോൾഡ് ചെയ്തെടുത്ത സ്റ്റെമിനെ ഞാനൊരു ഫ്ലവർ കമ്പിയിലോട്ട് കെട്ടിക്കൊടുക്കുകയാണ്. ഇതുപോലെ പിടിച്ച് നന്നായിട്ട് കെട്ടിക്കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പെറ്റലിൽ ചെറിയ പെറ്റൽസ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് ഒന്ന് കെട്ടിക്കൊടുക്കാം. അടുത്തതായി വേറൊരു പെറ്റലെടുത്ത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഇനി ഇതുപോലെ ഓരോ പെറ്റൽസും നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ പെറ്റൽസ് വെച്ച് കൊടുക്കുക. നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെ ആ ഗ്യാപ്പ് കാണുന്ന ഭാഗത്തോട്ട് നോക്കിയിട്ട് പെറ്റൽസ് വെച്ച് കൊടുത്ത് അറേഞ്ച് ചെയ്തെടുക്കുക. ഇവിടെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് ഉണ്ടാവുമല്ലോ, ആ ഒരു ഷേപ്പിലോട്ട് നമുക്കിത് കൊണ്ടുവരണം.
ഇപ്പം നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ഗ്രീൻ കളർ ടാപ്പാണ്. ഇതറിയാത്തവർക്ക് വേണ്ടി പറയാണ്, ഇതൊരു ഗമ്മോട് കൂടി വരുന്ന ടാപ്പാണ്. ഇത് നമ്മുടെ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടും. ഇത് നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ആ നൂലൊക്കെ കാണാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഗ്രീൻ കളർ ലീഫാണ്. ഇതിങ്ങനെ ഒരു പെയറായിട്ടാണ് കേട്ടോ വരുന്നത്. അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ ലീഫിനെ ഫ്ലവറിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ ഗ്രീൻ കളർ ടാപ്പ് വെച്ചിട്ട് തന്നെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. ഇത് കറക്റ്റായി അവിടെ നിന്നോളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ തയ്യാറാക്കിയെടുത്ത ഫ്ലവേഴ്സാണ് കേട്ടോ ഇതൊക്കെ. ഇത് നമുക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇനി ഇതുപോലെ തയ്യാറാക്കിയെടുത്ത ഫ്ലവേഴ്സ് നമുക്ക് ഫ്ലവർ ബേസിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പം എല്ലാം ഫ്ലവർ വേസിലോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ വെറുതെ കളയുന്നൊരു ഐറ്റം വെച്ചിട്ടാണ് ഇത്രയും നല്ലൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു ഷീറ്റ് കിട്ടുകയാണെങ്കിൽ ആരും കളയണ്ട, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.